മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം. ആരാധിക്കുന്ന ജീവിതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം. ശിലരചന നിറഞ്ഞവരെ, ഇന്ന ദിവസം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന തിരുവചനം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 67-ാം വാക്യമാണ്. 67-ഉം 68-ഉം വചനങ്ങളാണ്. അവിടെ പത്രോസ്ലിയ ഈശോയെ തള്ളി പറയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പ്രധാന പുരോഹിതന്റെ പരിചാരികമാരിൽ ഒരുവൾ പറഞ്ഞു, നീയും നസ്രായനായ യേശുവിൻ്റെ കൂടെയായിരുന്നല്ലോ. അവനാകട്ടെ, നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു. പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ പടയാളികൾ വന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ആ സമയത്താണ് പത്രോസിൻ്റെ അടുത്ത് പരിചാരികമാരിൽ ഒരാൾ വന്നിട്ട്, പ്രധാന പുരോഹിതന്റെ പരിചാരികമാരിൽ ഒരുവൾ വന്നിട്ട് ചോദിക്കുകയാണ്, നീയും ആ മനുഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? ആ സമയത്ത് പത്രോസ് നിഷേധിച്ച് പറയുകയാണ്. ഒരു അല്പം മുമ്പാണ് പത്രോസ്ലിയെ പറഞ്ഞത്, മരിക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ ഇവരെല്ലാവരും നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോഴാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പരിചാരികമാരിൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുകയാണ്, നീയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ്ലിയെ നിഷേധിച്ച് പറയുകയാണ്. കാരണം എന്താണ്? അവിടെ പത്രോസ്ലിയെ നിൽക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഡേഞ്ചർ ഓഫ് ഡെത്തിലാണ്, അല്ലെ, ഒരു മരണവക്രത്തിലകപ്പെടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ്, ഒരു സാഹചര്യത്തിലാണ് പത്രോസ്ലിയ അവിടെ നിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ വചനഭാഗം വായിച്ച് കഴിയുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട ഇപ്രകാരം തന്നെയാണ്: മരണത്തിന് മുമ്പിൽ പോലും ക്രിസ്തുവിനെ ഏറ്റുപറയാനായിട്ടുള്ള ചങ്കൂറ്റം എനിക്കുണ്ടോ? അല്ലേ? അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കര ഭക്തിയുള്ളവരാണ്, ഭയങ്കരമായിട്ട് ഈശോയെ സ്നേഹിക്കുന്നവരാണ് എന്നൊക്കെ പറയും. ജീവിതത്തിലൊരു സഹനം വരുമ്പോൾ ഈശോയെ കൈവിടാതെ ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പഠിച്ച ഒരു ഫിലോസഫിയിൽ കൂടെ പഠിച്ച ഒരു മലങ്കരയിലെ അച്ഛനെ ഞാൻ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എത്യോപ്യയിൽ ഇവർക്കൊരു മിഷണറി പ്രദേശമുണ്ട്, ഇവർക്കൊരു മിഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ എത്യോപ്യയിലായിരുന്നു ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. പട്ടം കിട്ടിയതിന് ശേഷം കുറച്ച് നാൾ എത്യോപ്യയിലായിരുന്നു മിഷണറി വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ആയിരുന്നപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹത്തെ ഇവിടുത്തെ മാവോയിസ്റ്റുകളൊക്കെ പോലെയുള്ള ഒരു വിഭാഗം, അവിടുത്തെ തീവ്രവാദികൾ എന്ന് വേണമെങ്കിൽ നമുക്കൊരു തരത്തിൽ പറയാം, അവർ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. ഇദ്ദേഹത്തെ എന്നു പറയുക, അച്ഛനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവർക്ക് അറിയില്ല അച്ഛനാണോ അതോ കത്തോലിക്കനാണോ ഇതാണെന്നൊന്നും അവർക്ക് അറിയില്ല. ഇവർ ചെന്നപാടെ ഈ അച്ഛൻ പറയുകയാണ്, ചെന്നപാടെ കുർബാനയൊക്കെ കഴിഞ്ഞ് കാസക്കിലായിരുന്നു, ചെന്നപാടെ ഇവർ അച്ഛൻ്റെ ഉടുപ്പൊക്കെ വലിച്ചു കീറി. ഇവരുടെ സന്യാസ വസ്ത്രത്തിൽ ഒരു കുരിശുണ്ട്, ഒരു കുരിശുമാലയുണ്ട്. അപ്പോൾ ഈ അച്ഛൻ പറയുകയാണ്, ഈ കുരിശുമാലയ്ക്ക് പുറമെ ഒരു ബെനഡിക്റ്റൻ ക്രോസ് എപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അവിടെ മിഷണറി പ്രദേശത്ത് ഒരു ബെനഡിക്റ്റൻ ക്രോസ് കയ്യിലും പിന്നെ കുരിശുമാലയും കൂടി ഇട്ടിട്ടാണ് ഇവരെപ്പോഴും നടപ്പ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് തീവ്രവാദികൾ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ വിചാരിച്ചു ഈ അച്ഛന്മാരൊക്കെ ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതൊന്നുമല്ല, മറിച്ച് ഞങ്ങളുടെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളിവിടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ അച്ഛൻ പറയുകയാണ്, ആദ്യം ഇവർ വിശ്വസിച്ചില്ല. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, അച്ഛൻ്റെ കയ്യിൽ കുരിശുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർ മൊത്തം മുസ്ലിംസാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഈ കത്തോലിക്കരുടെ കയ്യിൽ കുരിശൊന്നും ഉണ്ടാവില്ല, ഇലുമിനാത്തികളുടെ കയ്യിലാണ് ശരിക്കും കുരിശുണ്ടാവുക എന്ന് പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ അച്ഛൻ പറഞ്ഞു, അല്ല അങ്ങനെയല്ല, അവരുടെ കയ്യിൽ കുരിശുണ്ടാവില്ല, കത്തോലിക്കരുടെ കയ്യിലാണ് കുരിശുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ആദ്യമൊക്കെ എനിക്ക് തമാശയായിട്ട് തോന്നിയുള്ളൂ, അവർ പിന്നീട് ഈ ഉടുപ്പൊക്കെ വലിച്ചു കീറി നിലത്തിട്ട് 2-3 ചവിട്ടൊക്കെ ചവിട്ടി. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ഈ ഇലുമിനാത്തിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ഒരാൾക്ക് ദേഷ്യം കയറിയിട്ട് അദ്ദേഹം ഇങ്ങനെ തോക്കെടുത്ത് ചൂണ്ടി എൻ്റെ നെറ്റത്ത് വെച്ചിട്ട് പറഞ്ഞു, സത്യം പറയടാന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തിരി പേടിച്ചു പോയത്. ഈ അച്ഛൻ പറയുകയാണ്, എനിക്ക് കരച്ചിൽ വന്നു എന്ന് പറയുകയാണ്. മരിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടല്ല കരയുന്നത്, പക്ഷേ പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കുന്നൊന്നും കരുതിയില്ല. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, ഇതാണ് സത്യം, കത്തോലിക്കരാണ് കുരിശ് ധരിക്കുന്നതും കുരിശ് വഹിക്കുന്നതും, ഇലുമിനാത്തികളോ മറ്റ് സഭക്കാരോ ഇത് ചെയ്യില്ല എന്ന് അച്ഛൻ പറയുകയാണ്. പെട്ടെന്ന് തന്നെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അച്ഛൻ്റെ ബാഗ് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ബാഗ് തുറന്നു നോക്കിയപ്പോൾ ഒരു ബൈബിള് കണ്ടു, അവരുടെ ഭാഷയിലുള്ള ഒരു ബൈബിള് കണ്ടു. ആ ബൈബിള് ഇവർ കവർ പേജിൽ നോക്കിയപ്പോൾ അതിലൊരു കുരിശ് കണ്ടു.
അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ശരിയാണ്, കത്തോലിക്കരാണ് കുരിശ് ഉപയോഗിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. ഈ അച്ഛൻ പറയുകയാണ് ജസ്റ്റിന് രക്ഷപ്പെട്ടു പോകുന്നതാണ് എന്ന് പറയുകയാണ്. ഈ മരണത്തിന് മുമ്പിലും ഈശോയെ ഏറ്റുപറയാനായിട്ട്, ഈശോയിലുള്ള വിശ്വാസം തള്ളി പറയാതിരിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിച്ച വചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു വെല്ലുവിളി അല്ലെ. പത്രോസ് മരണവക്രത്തിലകപ്പെട്ടപ്പോൾ ഒരു പരിചാരികയുടെ മുമ്പിൽ ഈശോയെ തള്ളി പറഞ്ഞു. ഈ ഒരു സംഭവം, പത്രോസിലെ തോറ്റു തുന്നം പാടിയ ഈ ഒരു സംഭവം എന്തിനാണ് സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്നതെന്ന് അറിയൂ? എന്തിനാണ് സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതുപോലെ തള്ളി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഒരു ക്രിസ്ത്യാനിയായിട്ട് വളർന്നു വരാനായിട്ട് ഞങ്ങൾക്ക് അവസരം നൽകിയതിനോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങേ അനുഗമിക്കുന്ന ഞങ്ങൾ പലപ്പോഴും നിന്നെ അനുകരിക്കുന്നതിൽ ഞങ്ങൾ തോറ്റുപോകുന്നുണ്ട്. ഈശോയെ, പത്രോസ്ലിയയുടെ ആ ഒരു അനുഭവം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിന്നെ തള്ളി പറയാതിരിക്കാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ദിവ്യകാരുണ്യനാഥ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിക്കേണ്ടി വന്നാലും കൈവിടല്ലേ സത്യം, കർത്താവു നിനക്കായി പൊരുതിക്കൊള്ളും. സത്യത്തിൻ സാക്ഷിയായി നിന്നിടുകിൽ സത്യമാം വചനം നിന്നെ കാത്തുകൊള്ളും. നേരില്ല നാവിനെ ദൈവം വെറുക്കും, നേരിയ വ്യാജം ആത്മം തകർക്കും. നേരില്ല നാവിനെ ദൈവം വെറുക്കും, നേരിയ വ്യാജം ആത്മം തകർക്കും. നിത്യസഹായകൻ നേരിക്കരയുന്ന ഉള്ളത്തിൽ സ്വസ്ഥത നേടിടുമോ? നിത്യസഹായകൻ നേരിക്കരയുന്ന ഉള്ളത്തിൽ സ്വസ്ഥ